ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ IPL കിരീടം സ്വന്തമാക്കിയത് RCB ആണ്. കന്നി കിരീടമായിരുന്നു അവർ സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ മറ്റൊരു കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ദയനീയമായ പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത്. 14 മത്സരങ്ങളിൽ കേവലം 4 വിജയങ്ങൾ മാത്രമാണ് CSKക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 10ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പ്ലേ ഓഫ് കാണാതെ അവർ പുറത്തായി എന്ന് പറയുമ്പോൾ IPLന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് തുടർച്ചയായി പ്ലേ ഓഫ് കാണാതെ ചെന്നൈ സൂപ്പർ കിങ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത IPLൽ അവർക്കൊരു ശക്തമായ തിരിച്ചുവരവ് അനിവാര്യമാണ്. ഏതായാലും 2026 ലേലത്തിന് മുന്നേ ചെന്നൈ സൂപ്പർ കിങ്സ് കൈവിടാൻ സാധ്യതയുള്ള ചില താരങ്ങളുണ്ട്. അത്തരത്തിലുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റ് സീ ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 4 താരങ്ങളാണ് ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ വരുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് രവിചന്ദ്രൻ അശ്വിനാണ്. 9.75 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഈ താരത്തെ തിരികെ എത്തിച്ചത്. എന്നാൽ ഇതിനോട് നീതി പുലർത്താൻ അശ്വിന് കഴിഞ്ഞിരുന്നില്ല. 37കാരനായ താരം 9 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 7 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് പ്ലേയിങ് 11ൽ നിന്ന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ CSK അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ താരം അത് രാഹുൽ ത്രിപാഠിയാണ്. 3.40 കോടി രൂപയായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ചെന്നൈ ചിലവഴിച്ചിരുന്നത്. പല പൊസിഷനുകളിലും രാഹുലിനെ ഉപയോഗിച്ച് നോക്കി. പക്ഷേ താരം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 5 മത്സരങ്ങളാണ് താരം കളിച്ചത്. അതിൽ നിന്ന് 55 റൺസാണ് രാഹുൽ ത്രിപാഠി നേടിയിട്ടുള്ളത്. ഇനി മൂന്നാമത് ഡിവോൺ കോൺവേ ആണ്. 6.25 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഇദ്ദേഹത്തെ CSK ലേലത്തിൽ സ്വന്തമാക്കിയത്. ലീഗിന്റെ ആദ്യ പകുതിയിൽ ചെന്നൈ ഇദ്ദേഹത്തിനാണ് അവസരങ്ങൾ നൽകിയത്. പക്ഷെ അത് മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 6 മത്സരങ്ങളിൽ നിന്ന് 156 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് ദീപക് ഹൂഡയാണ്. 1.7 കോടി രൂപയായിരുന്നു ഈ താരത്തിന് വേണ്ടി CSK ചിലവഴിച്ചിരുന്നത്. ഈ താരത്തെ പല പൊസിഷനുകളിലും CSK ഉപയോഗിച്ച് നോക്കിയിരുന്നു. വളരെ ദയനീയമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രകടനം. 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 31 റൺസ് മാത്രമാണ് ദീപക് ഹൂഡ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CSK അദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യതയില്ല. ഇങ്ങനെയാണ് 4 താരങ്ങൾ വരുന്നത്. ഈ 4 താരങ്ങൾക്കും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീമിൽ നിന്നും സ്ഥാനം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.